ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ റമസാനിലുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയാദ് ഖാൻ്റെ വീട്ടിലാണുള്ളത്. അവിടുത്തെ ഒരു ദിവസത്തെ മുഴുവനായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എങ്ങനെയാണെന്നൊക്കെ നോക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ രാവിലെ തന്നെ എന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കേണ്ട, രാവിലെയല്ല കേട്ടോ, കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പായ കാരണത്താൽ അത്ര പെട്ടെന്ന് ജോലി തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. സമാധാനത്തിൽ സാവധാനം മതി. അങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്നെ കുട്ടികളൊന്നും ഇവിടെ കാണുന്നില്ല. അവർ എവിടെയോ പോയിട്ട് കളിക്കുകയാണ്. പുറത്തൊന്നും പോയില്ല, ഇവിടെ എവിടെയോ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പിന്നെ കിച്ചണിലോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അലക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുകളിൽ വന്ന് നോക്കുമ്പോഴാണ് കുട്ടികളുടെ അവസ്ഥ ഇതാണ്. സ്വിമ്മിംഗ് പൂളിൽ കളിക്കുകയാണ്. ചെറിയ സ്വിമ്മിംഗ് പൂൾ കേട്ടോ, വലിയ സ്വിമ്മിംഗ് പൂളൊന്നുമല്ല. അവിടെ ജോറ് ബാറായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടിച്ചു വരാണ്. എന്നിട്ട് കിച്ചണിലോട്ടേക്ക് വന്ന് നോക്കുമ്പം ഇവിടെ പെങ്ങൾ അവിടെ ബീഫ് ഫ്രൈ ആക്കേണ്ട തിരക്കിലാണ്. പിന്നെ കറി ഉണ്ടാക്കേണ്ടതൊക്കെ ഞാനിവിടെ ഇങ്ങനെ കട്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കറിയൊക്കെ റെഡിയാക്കിയിട്ട് രാത്രിക്കേക്ക് മാറ്റി വെക്കാനാണ്. അങ്ങനെ അതൊക്കെ കട്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നോമ്പില്ലാതെ 2 മഹാനവറുകളാണ്. അവർ കളിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. പിന്നെ തേങ്ങ ചിരവിയത് ഫില്ലിങ് റെഡിയാക്കാൻ കേട്ടോ. അങ്ങനെ ഫില്ലിങ് റെഡിയാക്കാൻ തേങ്ങയൊക്കെ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നൊക്കെ കുട്ടികൾ ഭയങ്കര പാട്ടൊക്കെ വെച്ചിട്ടുള്ള കളിയിലാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഏകദേശം ആ ഒരു കളിയോടുകൂടി അവർ ടയേർഡായിട്ടുണ്ട്. അങ്ങനെ ബെഡ് റെസ്റ്റിലേക്ക് വന്നതാണ്. പിന്നെ കിച്ചണിലോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ കറിയും ഏകദേശം ആയിട്ടുണ്ട്. ബീഫൊക്കെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ നമ്മളുടെ തേങ്ങ ഫില്ലിങ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കായയുടെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നിങ്ങൾ കായയുടെ റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ കായടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വൈകുന്നേരമുള്ള സ്നാക്സ് റെഡിയാക്കുകയാണ്. ഇവിടെ ആവിയിലൊക്കെ ബ്രെഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കണം. വെജിറ്റബിൾ ഫില്ലിങ്സാണ് ഇതിന് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം വെജിറ്റബിളൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് അതിൽ മയോണൈസും ചിക്കനും ഒക്കെ ചേർത്തിട്ട് ആണ് ഫില്ലിങ് റെഡിയാക്കിയിട്ടുള്ളത്. ഇതുപോലെയാണ് ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു മണ്ട ഷേപ്പ് എന്നൊക്കെ പറയാം, കോൺ ഷേപ്പ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അപ്പം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇതിൽ ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എയർ ഫ്രയറിൽ ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് റെഡിയാക്കി വെച്ചതാണ്. അപ്പോഴേക്ക് നല്ല അടിപൊളി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഷെയ്ക്ക് നമ്മൾ അവക്കാഡോ ഷെയ്ക്കാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പിന്നെ സ്നാക്സൊക്കെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. ഏകദേശം ബാങ്ക് കൊടുക്കേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ സ്നാക്സൊക്കെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വെക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ മുട്ട ഇന്ന് പുഴുങ്ങിയതാണ്, അല്ലെങ്കിൽ സാധാരണയായിട്ട് പുഴുങ്ങി പൊരിക്കാറാണ്. ഇന്ന് ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. വലിയ മെമ്പേഴ്സൊന്നുമില്ല, ഈ നമ്മൾ കാണുന്നവരൊക്കെ മാത്രം തന്നെ. പിന്നെ കുട്ടികളുണ്ടാവും. അപ്പം പിന്നെ നമുക്ക് എന്തായാലും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അങ്ങ് എത്തേണ്ട വിധത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ഷെയ്ക്കൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആവുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെച്ചാൽ നല്ലതാണല്ലോ, അതുകൊണ്ട് അപ്പം കഴുകി വെച്ചു. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ നട്ട്സ് അതൊക്കെ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ബാങ്ക് വിളി കേട്ടു. അൽഹംദുലില്ലാ, നല്ല വിധത്തിൽ ഞങ്ങൾ നോമ്പ് മുറിച്ചു. അങ്ങനെ നോമ്പ് മുറിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ആയ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ ഇവിടെ അനിയൻ്റെ ഫാൻസി ഷോപ്പ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവന് പ്രൈസ് ഇടുകയാണ്. ആ സമയത്ത് ഞങ്ങളും പോയിട്ട് കുറേ ഐറ്റംസൊക്കെ പൊക്കിയിട്ടുണ്ട്. കാരണം ഈ ഫാൻസി ഐറ്റംസൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക കൗതുകമാണ്. എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് ഈ ഫാൻസി ഐറ്റംസ്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് പോയി നോക്കുക, അതൊക്കെ എടുക്കുക, ഇങ്ങനെയെല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഇവൻ്റെ ഷോപ്പ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീപ്പള്ളിയിലാട്ടോ. റൂബി ഫുഡ് ബയർ അങ്ങനെ എന്തോ ആണ് ആ ഷോപ്പിൻ്റെ പേര്. അങ്ങനെ അത് കഴിഞ്ഞ് അവന് തറാവിക്ക് പോയി. പിന്നെ കുട്ടികളോടാണ് അത് ഒരുക്കി വെക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. നല്ലതുപോലെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പിന്നെ പോള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു. അങ്ങനെ കുറച്ചൊക്കെ കഴിച്ചു മോള്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളും കൂടി കഴിച്ചു. പഴമൊക്കെ വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് തന്നെ നല്ലതുപോലെ ഒന്ന് കഴിച്ചു പോയി. അതുകൊണ്ട് ഫുഡൊന്നും പിന്നെ ഇറങ്ങിയില്ല.
എന്തായാലും അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.